സീറ്റയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ചട്പട് ഔർ നട്ഖട്ടിന്റെ ലൈൻ ബൈ ലൈൻ സമ്മറിയാണ്. അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ചട്പട് ഔർ നട്ഖട്ട് എന്ന് പറയുന്നത് ഒരു കഹാനിയാണ്, ഒരു കഥയാണ്. എഴുതിയത് രമേശ് ഉപാധ്യായ ആണ്. രമേശ് ഉപാധ്യായ എഴുതിയ ഒരു കഥയാണ് ചട്പട് ഔർ നട്ഖട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഏക് ഥാ ചട്പട് ഏക് ഥാ നട്ഖട്ട്. चटपट बड़ा था, नटखट छोटा. बड़ा केवल 2 साल बड़ा था, छोटा केवल 2 साल छोटा. അപ്പോൾ ഒരാളാണ് ചട്പട്ട്, ഒരാള് നട്ഖട്ട്. ചട്പട്ട് മൂത്തയാളാണ്, ബഡയാണ്. ബഡ എന്ന് വെച്ചാൽ വലുതാണ്, നട്ഖട്ട് എന്ന് വെച്ചാൽ ചെറിയ ആളാണ്. ബഡ കേവൽ 2 സാൽ ബഡാ ഥാ. ബഡ വലുതെന്ന് വെച്ചാൽ 2 വയസ്സിന് എന്താണ് വലുതാണ്. 2 സാൽ, സാൽ എന്ന് വെച്ചാൽ വയസ്സ് അല്ലെങ്കിൽ വർഷം, 2 വർഷം മൂത്തതാണ് ചട്പട്ട് എന്ന് പറയുന്നത്. ചോട്ടാ കേവൽ 2 സാൽ ചോട്ട, ചെറിയ ആളെന്ന് പറയുമ്പോൾ 2 വയസ്സ് ചെറുതായിരുന്നു. ഓക്കെ, ദോനം സ്കൂൾ മേം പഠിത്തേ ഥേ, രണ്ടുപേര് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ചട്പട്ട് 5वीं में नटखट 3री में, ചട്പട്ട് 5ലും നട്ഖട്ട് 3ലുമാണ് പഠിച്ചിരുന്നത്. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. घर से വീട്ടിൽ നിന്ന് 2 സഹോദരങ്ങളും ഒന്നിച്ചാണ് സ്കൂളിൽ പോകുന്നതും ഒന്നിച്ച് തന്നെ തിരിച്ചു വരുന്നതും. ഓക്കെ, അപ്പൊ ഈ പാരഗ്രാഫിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചട്പട്ട് और नटखट में उम्र का अंतर क्या है. ചട്പട്ടിലും നട്ഖട്ടിലും വയസ്സിന്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതെന്താണ്, എത്രയാണ്? അവർ തമ്മിൽ വയസ്സ് ഗ്യാപ്പ് എത്രയായിരുന്നു? 2 വയസ്സിന്റെ ഗ്യാപ്പ് അല്ലേ അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ 2 साल बड़ा था और 2 साल छोटा. दोनों भाई कौन कौन सी कक्षा में पढ़ते थे. 2 സഹോദരങ്ങളും എത്രാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? चटपट 5वीं में, नटखट 3री में पढ़ते थे. दोनों भाई कहाँ साथ जाते थे. 2 സഹോദരങ്ങളും ഒന്നിച്ച് എവിടെയാണ് പോയിരുന്നത്? ഒന്നിച്ച് എവിടെയാണ്? സ്കൂൾ ജാത്തേ ഥേ, ഒന്നിച്ച് സ്കൂളിലാണ് പോയിരുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. വേ ഏക് ഗാവ് മേ രഹത്തെ ഥേ, സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, ദൂസരെ ഗാവ് മേ ഥാ. വേ ഏക് ഗാവ് മേ രഹത്തെ ഥേ, അവര് ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. സ്കൂൾ അവരുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല, ദൂരെ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത്. വഹാം തക് പൈദൽ ജാന പഡ്താ ഥാ ഔർ പൈദൽ ഹി വാപസ് ആന പഡ്താ ഥാ. അവിടേക്ക് കാൽനടയായിട്ട് പോകേണ്ടിയും വന്നിരുന്നു, അതുപോലെ തന്നെ തിരിച്ചു വരേണ്ടിയും വന്നിരുന്നു. എന്നുവെച്ചാൽ നടന്നാണ് അവർ സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും നടന്നു തന്നെയാണ്. ഓക്കെ, ജാത്തെ സമയം രാസ്തേ മേ ഉन्हें कई चीजें मिलती थी. पोखर, बरगद, खेत, बाग, नाला और नदी. അപ്പൊ അവർ പോകുന്ന സമയത്ത് ഒരുപാട് വസ്തുക്കൾ അവർ കണ്ടിരുന്നു. അവർ നടക്കുന്ന വഴിയൂരങ്ങളിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. പോഖർ പൂള്, കുളം. ബർഗദ് ബാനിൻ ട്രീ, ഖേത്ത് വയൽ, ബാഗ് പൂന്തോട്ടം, നാല അരുവി, നദി നദി റിവർ. ഇത്രയും സാധനങ്ങളാണ് അവർ പോകുന്ന വഴിയെടുത്ത് കണ്ടിരുന്നത്. വാപ്പസ് ആനെ പർഫി രാസ്തേ മേ ഉन्हें कई चीजें मिलती थी. നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗദ് और പോഖർ. അവർ തിരിച്ചു വരുന്ന വഴിക്കും ഇതേ വസ്തുക്കൾ തന്നെയാണ് അവർ കണ്ടിരുന്നത്. എന്ന് തിരിച്ചു വരുന്ന ഒരു ഓർഡറിന് അവർ കണ്ടിരുന്നു. ഓക്കെ, സ്കൂൾ കഹാം ഥാ ഔർ കൈസെ ജാന പഡ്താ ഥാ. സ്കൂൾ എവിടെയായിരുന്നു, അതുപോലെ എങ്ങനെയായിരുന്നു അവർക്ക് പോയിട്ട് വരേണ്ടി വന്നിരുന്നത്? സ്കൂൾ ദൂസരെ ഗാവ് മേ ഥാ, സ്കൂൾ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. ഔർ പൈദൽ ചൽക്കർ ഹി ജാന പഡ്താ ഥാ, കാൽനടയായിട്ടായിരുന്നു, നടന്നായിരുന്നു അവർക്ക് പോകേണ്ടി വന്നിരുന്നത്. ഓക്കെ, वापस आते समय रास्ते में कौन कौन सी चीजें मिलती थी. वापस आते समय, തിരിച്ചു വരുന്ന വഴിക്ക് അവർക്ക് എന്തൊക്കെ വസ്തുക്കളാണ് കാണാൻ സാധിച്ചിരുന്നത്? എന്തൊക്കെയാണ്? നദി, നാല, ബർഗദ്, പോഖർ, ഖേത്ത്, ഇതൊക്കെയാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നത്? കാണാൻ സാധിച്ചിരുന്നത്. ഇതൊക്കെയാണ് അവർ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ചട്പട്ട് തേസ് തേസ് ചൽത്താ ഥാ, നട്ഖട്ട് ധീരെ ധീരെ. चटपट बरगद तक पहुंच जाता, तब नटखट पोखर तक ही पहुंच जाता. चटपट बाग तक पहुंच जाता, तब तक नटखट खेत तक ही पहुंच जाता. चटपट नदी तक पहुंच जाता, तब तक नटखट नाले तक ही पहुंच जाता. അപ്പോൾ ചട്പട്ട് എങ്ങനെയാണ്? തേസ് ചൽത്താ ഥാ, വേഗത്തിൽ നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു നട്ഖട്ട് എന്ന് പറയുന്നത്. ചട്പട്ട് അതിനനുസരിച്ച് സ്ലോയിൽ നടക്കുന്ന, ധീരെ ധീരെ പതിയെ പതിയെ നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു നട്ഖട്ട് എന്ന് പറയുന്നത്. ചട്പട്ട് ബർഗദ് തക്ക് പഹുഞ്ച് ജാത്ത, ചട്പട്ട് ബാനിയൻ ട്രീയുടെ അവിടെ എത്തുമ്പോൾ നട്ഖട്ട് എവിടെ? പൂളിന്റെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചട്പട്ട് അടുത്ത് ബാഗ് പൂന്തോട്ടത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ടാവുമ്പോൾ നട്ഖട്ട് വയലിന്റെ അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
ചട്പട്ട് നദിയുടെ അവിടെ എത്തുമ്പോൾ നട്ഖട്ട് 4 അരുവിയുടെ അടുത്ത് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, മാം की हिदायत था कि चटपट को छोटे भाई का ध्यान रखना है, നട്ഖട്ട് को अपने साथ ही रहना है. അപ്പോ അമ്മയുടെ ആഗ്രഹം എന്തെന്നാൽ ചട്പട്ടിന് എന്തായിരുന്നു, ചട്പട്ട് ഇളയാളെ കൂടെ നോക്കണം, അവനെയും കൂടെ തൻ്റെ കൂടെ കൊണ്ടുപോകണമായിരുന്നു എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ചട്പട്ട് और नटखट के चलने में क्या अंतर था, ചട്പട്ടും നട്ഖട്ടും നടക്കുന്നതിൽ എന്തായിരുന്നു അവരുടെ വ്യത്യാസമായിരുന്നത്, എന്ത് വ്യത്യാസമാണ് അവർ നടക്കുന്നതിൽ ഉണ്ടായിരുന്നത്. ചട്പട്ട് തേസ് തേസ് ചൽത്താ ഥാ और നട്ഖട്ട് ധീരെ ധീരെ ചൽത്താ ഥാ, അതായിരുന്നു അവർ നടക്കുന്നതിൽ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ചട്പട്ട് ജബ് നട്ഖട്ട് കഹാം തക് പഹുഞ്ച് ജാതാ തബ് തക് പഹുഞ്ച് ജാതാ, ചട്പട്ട് എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, നട്ഖട്ട് ബാഗ്, നട്ഖട്ട് പൂന്തോട്ടത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്പട്ട് എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, നട്പട്ട് എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, ഖേത്ത് വയലിന്റെ അവിടെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മാം की हिदायत को മാം ने ചട്പട്ട് को क्या हिदायत दी थी, അമ്മ ചട്പട്ടിനോട് എന്താണ് പറഞ്ഞത്, എന്താണ് ആഗ്രഹം, അമ്മയുടെ ആഗ്രഹം എന്താണെന്നാണ് പറഞ്ഞത്. ചോട്ടെ ഭായിക്ക് ഉസ്കെ പാസ് ഹി രഹനാ ഹേ, ചോട്ടെ ഭായ് ഇളയ സഹോദരനെയും അവന്റെ കൂടെ തന്നെ കൊണ്ടുപോകണമെന്നായിരുന്നു അമ്മ എന്ത് ചെയ്തിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, इसलिए चटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ा, അതുകൊണ്ട് തന്നെ ചട്പട്ടിന് എന്ത് ചെയ്യണമായിരുന്നു, മുന്നോട്ട് പോകുന്ന വഴിയിലാണെങ്കിൽ തിരിഞ്ഞ് പീച്ചെ മുട്കർ പുറകെ തിരിഞ്ഞ് ചട്പട്ടിനെ നോക്കേണ്ടി വരുമായിരുന്നു. ഓക്കെ, ഉന്നെ നട്ഖട്ട് को पुकार कर जल्दी चलने के लिए कहना पड़ा, അവൻ എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു, നട്ഖട്ടിനെ വിളിച്ചിട്ട് വേഗം നടക്കാൻ പറയേണ്ടി വരുമായിരുന്നു. കാരണം എന്താണ്, നട്ഖട്ട് ഭയങ്കര സ്ലോയിലാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ചട്പട്ടിന് എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു, വേഗം നടക്കാൻ പറയേണ്ടി വരുമായിരുന്നു. ഓക്കെ, ബാർ ബാർ റുക്കർ നട്ഖട്ട് കാ ഇന്തസാർ കർനാ പട്ട, വീണ്ടും നിന്നിട്ട് നട്ഖട്ടിനെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു ചട്പട്ടിന്. ഓക്കെ, കഭി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തെ ദേഖ് നട്ഖട്ട് കാ ഹാത്ത് പകഡ്കർ അപ്പനെ സാത്ത് ദൗഡ്നാ ഫി പട്ട, കഭി ഇടയ്ക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി എന്താണ് ലേറ്റ് ആവുമായിരുന്നു ഇവര്. കാരണം നട്ഖട്ട് എന്താണ് ഭയങ്കര സ്ലോയിലാണ് നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവുമായിരുന്നു. അങ്ങനെ നട്ഖട്ടിനെ ഇവന്റെ കൂടെ ഇവൻ ഒന്നിച്ച് പിടിച്ച് ഓടേണ്ടി വരുമായിരുന്നു ഇവർക്ക്. ഹാത്ത് പകഡ്കർ ഉസ്കെ സാത്ത് അപ്പനെ സാത്ത് ദൗഡ്നാ ഫി പട്ട, ഒന്നിച്ച് എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു, ഓടേണ്ടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ചട്പട്ട് പരേശാൻ ഹോ ഗയി, जाती और घर लौटकर माम से शिकायत करता, माँ छोटा बहुत परेशान करता है. അപ്പൊ എന്താണ്, ചട്പട്ടിന് ഇതൊക്കെ കണ്ടിട്ട് എന്തായിരുന്നു, ദേഷ്യം വന്നിരുന്നു. അവനിതൊന്നും സഹിക്കാൻ പറ്റില്ല, കാരണം ഓടേണ്ടി വരുമായിരുന്നു. അതൊക്കെ ചട്പട്ട് നട്ഖട്ട് കാരണമാണ് ഉണ്ടായത്. അപ്പൊ എന്ത് ചെയ്തു, വീട്ടിൽ വന്ന് അമ്മയോട് പരാതി പറയാണ്. ഇവൻ ചോട്ടു എന്ത് ചെയ്യാണ്, എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാണെന്ന് പറയാണ്. അപ്പം അമ്മ പറയാണ്, ചോട്ടു ഹേന ചെറുതല്ലേ എന്ന് അമ്മ പറയാണ്. മാം മുസ്കുരാ ദേത്തി ഔർ ബഡേ കോ തോ ചോട്ടേ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹെ, അമ്മ ചിരിച്ചിട്ട് പറഞ്ഞു വലിയവൻ എന്ത് ചെയ്യണം, ചെറിയ ആളെ നോക്കണം എന്ന് പറഞ്ഞു. അവൻ മൂത്തതല്ലേ, മൂത്ത ആള് ചെറിയ ആളെ നോക്കണം എന്ന് അമ്മ എന്ത് ചെയ്തു പറഞ്ഞു. ചട്പട്ട് മാം സെ ക്യാ ശിക്കായത് കർത്തി ഥി, ചട്പട്ട് അമ്മയോട് എന്താണ് പരാതി പറഞ്ഞത്, ചോട്ടു മുझे പരേശാൻ കർത്താ ഹേ, ചെറിയ ആള് അവൻ ഇളയാൾ എന്നെ എന്ത് ചെയ്യാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്, അല്ലെ ഡിസ്റ്റർബ് ചെയ്യാണ് എന്നാണ് അമ്മയോട് എന്ത് ചെയ്തത്, ചട്പട്ട് പറഞ്ഞത്. ഓക്കെ, ചട്പട്ട് ചുഞ്ചലാത്ത പർ കുച്ച് കഹനാ പാത്ത ബഡാ ധാ, ചട്പട്ട് ചുഞ്ചലാത്ത, ചട്പട്ടിന് ദേഷ്യം വന്നു, പക്ഷെ എന്ത് ചെയ്തില്ല, ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം എന്താണ്, അമ്മയുടെ ആഗ്രഹം ഇതല്ലേ, അതുകൊണ്ട് അമ്മയുടെ അടുത്തൊന്നും പറയാൻ പറ്റിയില്ല. ചോട്ടാ കാ ധ്യാൻ തോ ഉസേ രഹനാ ഹി ഥാ ലേക്കിൻ ഉസേ ലഗ്താ കി നട്ഖട്ട് കുച്ച് ജ്യാദാ ഹി നട്ഖട്ട് ഹേ, എന്താണ്, സ്വാഭാവികമായിട്ട് എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ ആഗ്രഹിക്കാറ്. കാരണം ഇളയാൾ എന്താണ്, മൂത്ത ആളെ ശ്രദ്ധിക്കണം എന്നാണ് എല്ലാ അമ്മമാരും ആഗ്രഹിക്കാറ്. അതുകൊണ്ട് തന്നെ ചട്പട്ടും പറഞ്ഞു ഓക്കെ. പക്ഷെ എന്താണ്, നട്ഖട്ട് കുച്ച് ജ്യാദാ ഹി നട്ഖട്ട് ഥാ, നട്ഖട്ട് എന്താണ്, കുറച്ച് കൂടുതൽ എന്താണ്, നട്ഖട്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, നോട്ടി ബിഹേവിയർനെസ് ആണ് നട്ഖട്ട് എന്ന് പറയുന്നത്. അപ്പൊ നട്ഖട്ട് കുറച്ച് കൂടുതൽ നട്ഖട്ടാണ്, കുറച്ച് നോട്ടി കുട്ടിയാണ്. അതുകൊണ്ട് ചട്പട്ടിന് എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവനെ സഹിക്കാനായിട്ട്. ഓക്കെ, रास्ता चलते रुककर पोखर के पानी के अंदर की मछलियां और पानी के ऊपर की बतखें देखने लगता है. रास्ते चलते വഴിയിൽ പോകുന്ന വഴിക്ക് രുക്കർ നിന്നിട്ട് പോഖർ കെ പാനി കെ അന്തർ കി മച്ഛലിയാ, പോഖർ അതായത് പൂളിനകത്തുള്ള
മച്ചിലിയ മീനുകളെയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, ദേഖുകർ നോക്കുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു, നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. കാരണം സ്കൂളിൽ പോകണം, എന്നിട്ടും അവൻ അവിടെ വന്ന് നിന്ന് ആ മീനുകളെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ബർഗദ് കി ഊപ്പർ സെ നീച്ചെ ആതി ജഡെ പകടുക്കർ ചൂൽനെ ലഗ്താ ഹെ. ആ പോഖറിന്റെ, ആ ബർഗദിന്റെ, ആ ബാനിയൻ ട്രീയുടെ അതിൽ നിന്ന് താഴേക്ക് വരുന്ന ആ വേരുകളെ പിടിച്ച് അതിൽ പിടിച്ച് തൂങ്ങുന്ന ഒരു സ്വഭാവം നട്ഖട്ടിന് ഉണ്ടായിരുന്നു. ഓക്കെ. खेत में घुसकर खाने की कोई चीज खोजने लगता था. खेत में घुसकर ആ വയലിൽ പ്രവേശിച്ചിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോന്ന് അവിടെ എന്ത് ചെയ്യുമായിരുന്നു, അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്വഭാവം ആർക്ക്, നട്ഖട്ടിന് ഉണ്ടായിരുന്നു. ബാഗ് में गुजरने पर आम या अमरूद तोड़ने लगता था. പൂന്തോട്ടത്തിൽ പോയിട്ട് ആ മാംഗോ അല്ലെങ്കിൽ പേരയ്ക്ക, ഗുവ, അതൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ചെടുക്കുന്ന ഒരു സ്വഭാവം നട്ഖട്ടിന് ഉണ്ടായിരുന്നു. അപ്പൊ നട്ഖട്ട് എന്താണ്, മൊത്തത്തിൽ ഒരു കുസൃതി പിടിച്ച ഒരു കുട്ടിയായിരുന്നു നട്ഖട്ട് എന്ന് പറയുന്നത്. നാലേക്കു ഉദർ സെ ഉദർ ഇധർ സെ ഉദർ ചലാങ്ക് ലഗാക്കർ പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹെ. പിന്നെ അതുപോലെ അരുവിയിൽ നിന്ന് ഇവിടെ നിന്ന് അവിടേക്കും അവിടെ നിന്ന് ഇവിടേക്കും എന്ത് ചെയ്യായിരുന്നു, ഓടിക്കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ കളിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു, നട്ഖട്ടിന് ഉണ്ടായിരുന്നു. नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडेर से टिककर नीचे बहती नदी को निहारने लगता है. नदी के पुल को जल्दी से पार करने के बजाय, നദിയിലെ ആ പാലത്തിന്, നദിയിൽ പാലം ഉണ്ടല്ലോ, നദി മറികടക്കാനായിട്ട് പാലം വെച്ചിട്ടുണ്ടല്ലോ, ആ പാലത്തിൽ കൂടെ ഇറങ്ങാതെ അതിന്റെ സൈഡിലുള്ള സ്ലാബിൽ കൂടെ എന്ത് ചെയ്യായിരുന്നു, ചറുകി ഇറങ്ങുന്ന ഒരു സ്വഭാവം നട്ഖട്ടിന് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നതായിരുന്നു നട്ഖട്ടിന്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. ഓക്കെ. നട്ഖട്ട് പോഖർ തക് ക്യാ ദേഖ്താ ഥാ. നട്ഖട്ട് പൂളിന്റെ അവിടെ എന്താണ് നോക്കിയിരുന്നത്, മീനുകൾ, അതിനകത്തുള്ള മീനുകളെയല്ലേ നോക്കിയിരുന്നത്. ഉസ്കെ അന്തർ കാ മച്ഛലിയോं को देखता था. അതിനകത്തുള്ള മീനുകളെയാണ് നോക്കിയിരുന്നത്. നട്ഖട്ട് ബർഗദ് തക് ക്യാ ദേഖ് രഹാ ഥാ. നട്ഖട്ട് ബർഗദിൽ ആ ബാനിയൻ ട്രീയുടെ അവിടെ വന്നിട്ട് എന്തായിരുന്നു ചെയ്തിരുന്നത്, ക്യാ കർ രഹാ ഥാ, എന്തായിരുന്നു ചെയ്തിരുന്നത്, ആ വേരുകളെ പിടിച്ച് ആടുമായിരുന്നു. എന്താണ്, ബർഗദ് കി ജഡോं के പകടുക്കർ ചൂൽനെ ആത്താ ഹെ. അതായിരുന്നു അവൻ എന്ത് ചെയ്തിരുന്നത്. ഓക്കെ. നട്ഖട്ട് നാലെ കോ കൈസെ പാർ കിയാ. നട്ഖട്ട് ആ നാലെ, അരുവിയെ എങ്ങനെയാണ് മറികടന്നത്, എങ്ങനെയാണ്, ഇധർ സെ ഉധർ ഔർ ഉധർ സെ ഉധർ ചലാങ്ക് ലഗാക്കർ പാർ കർത്താ ഥാ. അപ്പൊ ഇവിടെ നിന്ന് അവിടേക്കും അവിടെ നിന്ന് ഇവിടേക്കും എന്ത് ചെയ്യുമായിരുന്നു, ഓടിക്കൊണ്ടായിരുന്നു മറികടന്നിരുന്നത്. ചലാങ്ക് ലഗാർക്കർ പാർ കർണേക്ക ഖേൽ ഖേൽനെ ലഗ്താ ഥാ. അങ്ങനെയായിരുന്നു അവൻ എന്ത് ചെയ്തിരുന്നത്, ആ കളി കളിച്ചിരുന്നത്. ഓക്കെ. അടുത്ത പാരഗ്രാഫ്. ഏക് ദിൻ തോ നട്ഖട്ടിനെ ഹദ് ഹി കർ ദി. ഒരു ദിവസം നട്ഖട്ട് എന്ത് ചെയ്തു, തീരുമാനിച്ചാണ് പോയത്. ദോനോ ഭായി സ്കൂൾ സെ ലൗട്ട് രഹേ ഥേ. രണ്ട് സഹോദരന്മാരും സ്കൂളിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. നദി കാ പുൽ ആയ തോ നട്ഖട്ട് പുൽ പർ ചढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. അപ്പൊ നദിയുടെ ആ പാലം എത്തി. അപ്പൊ നട്ഖട്ട് എന്ത് ചെയ്തു, സാധാരണ നദിയിലൂടെ മറികടക്കുന്നതിന് പകരം അതിന് പകരം നീച്ചെ, താഴെ എന്ത് ചെയ്തു, ഉദർഗയ, താഴെ ഇറങ്ങി, എന്ന് വെച്ചാൽ നദിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് നദിക്ക് കിനാരെ ജാ പഹുഞ്ച, നദിയുടെ ആ സൈഡിലേക്ക് എത്തി, നദിയുടെ ആ തീരത്ത് എത്തിച്ചേർന്നു. बस्ते में पहले से बनाकर रखी हुई कागज की 2 नावें निकली और एक करके बहते पानी में छोड़ दी. बस्ते में पहले से बनाकर, बस्ते ബാഗിൽ നിന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കാഗസ് കി 2 നാവ്, പേപ്പർ കൊണ്ടുള്ള 2 ബോട്ടുകൾ ഇവൻ എന്ത് ചെയ്തു, പുറത്തെടുത്തിട്ട് ഓരോന്നായിട്ട് വെള്ളത്തിൽ എന്ത് ചെയ്തു, ഒഴുക്കി വിടുകയാണ് ചെയ്തത്. നാവേ ബഹ ചലി തോ നട്ഖട്ട് ഖുശ് ഹോക്കർ താലി ബജാനെ ലഗ. എന്ത് ചെയ്തു, ആ ഒഴുക്കി വിട്ട ആ ബോട്ട് വെള്ളത്തിലൂടെ അങ്ങ് ഒഴുകി പോയി. അത് കണ്ട് എന്ത് ചെയ്തു, ഇവന് സന്തോഷമായിട്ട് ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. താലി ബജാനെ ലഗി, ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി നട്ഖട്ട്. ഉസ് ദിൻ നട്ഖട്ടിനെ ഹദ് കൈസെ കർദി. ആ ദിവസം നട്ഖട്ട് എങ്ങനെയാണ് എന്താണ് തീരുമാനിച്ചത്, ഇന്ന് എന്ത് ചെയ്യില്ല, ഇന്ന് നദിയിലേക്ക് ഇറങ്ങുമെന്നാണ് എന്ത് ചെയ്തത്, നട്ഖട്ട് തീരുമാനിച്ചത്. നട്ഖട്ടിനെ നാവ് കഹാ സെ നിക്കാലി और കഹാ ചോടി. നട്ഖട്ട് ആ നാവ്, ആ ഉണ്ടാക്കി വെച്ച ബോട്ട് എവിടെ നിന്നാണ് എടുത്തത്, എവിടേക്കാണ് ഉപേക്ഷിച്ചത്. എവിടെ നിന്നാണ് എടുത്തത്, ബാഗിൽ ഉണ്ടായിരുന്നതാണ് എടുത്തത്. എവിടേക്കാണ് ഉപേക്ഷിച്ചത്, വെള്ളത്തിലേക്കാണ് ഉപേക്ഷിച്ചത്, ആ നദിയിലേക്ക് ഉപേക്ഷിച്ചു. എന്നിട്ട് അതിനെ ഒഴുക്കി വിടുകയും ചെയ്തു. ഓക്കെ. നാവേ ബഹത്തെ ദേഖ് നട്ഖട്ടിനെ ക്യാ കിയാ. അത് ഒഴുകുന്നത് കണ്ടിട്ട്, ആ ബോട്ട് ഒഴുകുന്നത് കണ്ടിട്ട് നട്ഖട്ട് എന്താണ് ചെയ്തത്,
നട്ട്ഖട്ട് താലിയ ബജാനെ ലഗി. നട്ട്ഖട്ട് ക്ലാപ്പ് ചെയ്യാനാണ് തുടങ്ങിയത്. ഓക്കെ, ചട്പട്ട് പുൽ പർ ഥാ और നട്ട്ഖട്ട് കഹാ ചലാ ഗയാ ഥാ. ചട്പട്ട് പുൽ പർ ഥാ, ചട്പട്ട് പാലത്തിന്റെ അവിടെയായിരുന്നു. നട്ട്ഖട്ട് എവിടേക്കായിരുന്നു പോയിരുന്നത്? നട്ട്ഖട്ട് എന്താണ് ആ നദിക്ക് കിനാരെ ജാത്തേ ഥേ, നദിയുടെ തീരത്തോട്ടാണ് പോയത്. നദിയിലൂടെ ആ പാലത്തിലൂടെ ഇറങ്ങാതെ ആ നദിയിലേക്കാണ് ഇറങ്ങിയത്. ഓക്കെ, उधर पुल पर पहुंच चुके चटपट ने पीछे मुड़कर देखा तो नटखट नहीं दिखा. उधर पुल पर पहुंच चुके, ഉദർ അവിടെ പുൽപർ അവിടെ ആ പാലത്തിന്റെ അവിടെ എത്തിയിട്ടും ചട്പട്ട് എന്ത് ചെയ്തു? പീച്ചെ മുക്കർ ദേഖ, തിരിഞ്ഞു നോക്കി. അപ്പൊ ചട്പട്ട് ഇതൊന്നും അറിയുന്നില്ല. ചട്പട്ട് എന്ത് ചെയ്യാണ്? നേരെ പോവാണ്. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ നട്ട്ഖട്ട് എന്ത് ചെയ്തില്ല? വഹാ നഹീം ദേഖ, നട്ട്ഖട്ടിനെ അവിടെ എന്ത് ചെയ്യില്ല? കണ്ടില്ലായിരുന്നു. ചട്പട്ട് ഖബരാ ഗയി, നട്ട്ഖട്ട് കഹാ ഗയി. ചട്പട്ടിന് പേടിച്ചു പോയി. കാരണം നട്ട്ഖട്ട് എന്ത് ചെയ്തില്ല? അവിടെ ഉണ്ടായിരുന്നില്ല. ചേട്ടൻ അനിയനെ നോക്കണമെന്നാണല്ലോ. അപ്പൊ അനിയനെ കാണാതായപ്പോ നട്ട്ഖട്ട് എന്ത് ചെയ്തു? പരിഭ്രമിച്ചു പോയി. ताली बजाने की आवाज सुनकर नीचे देखा तो नटखट नीचे नदी किनारे खड़ा दिया. ताली बजाने की आवाज, അപ്പോൾ ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് കേട്ടപ്പോ എന്താണ്? ചട്പട്ട് താഴേക്ക് നോക്കി. നീച്ചെ ദേഖ, താഴേക്ക് നോക്കി. तो नटखट नीचे नदी किनारे खड़ा दिया. അപ്പോൾ നട്ട്ഖട്ട് എന്താണ്? താഴെ നദിയുടെ തീരത്ത് നിൽക്കുന്ന കണ്ടു. ഓക്കെ, ചട്പട്ട് को उस पर बड़ा गुस्सा आया. ചട്പട്ടിന് അവനിൽ എന്തുണ്ടായി? വളരെ ദേഷ്യം വന്നു. जोर से चिल्लाकर बोला अरे छोटे. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്തു? ദേഷ്യത്തിൽ അലറാൻ തുടങ്ങി. അരേ ചോട്ടെ എന്ന് ഉറക്കെ വിളിച്ചു. അനിയാന്ന് ഉറക്കെ വിളിച്ചു. തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ, എന്നിട്ട് ചോദിക്കുകയാണ് നീ അവിടെ താഴെ എന്താണ് ചെയ്യുന്നത് എന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ചട്പട്ട്. നട്ട്ഖട്ട് ने चौंक कर ऊपर देखा और नदी किनारे रखा अपना बस्ता उठाने के लिए झुका. നട്ട്ഖട്ടിനെ ചൗങ്കർ, നട്ട്ഖട്ട് പരിഭ്രമിച്ച് പെട്ടെന്ന് പേടിച്ചു പോയി. ചട്പട്ട് ഇങ്ങനെ ഇത്രയും അലർച്ചയോടെ വിളിച്ചപ്പോൾ നട്ട്ഖട്ട് എന്ത് ചെയ്തു? പേടിച്ചു പോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ പേടിച്ചിട്ട് നദിയുടെ തീരത്ത് വെച്ചിരുന്ന അവന്റെ ബാഗ് എടുക്കാൻ വേണ്ടി കുനിഞ്ഞു. അചാനക് ഉസ്കാ പാവ് ഫിസല और वह पानी में गिर पड़ा. പെട്ടെന്ന് അവന്റെ കാല് വഴുതി. പാവ് ഫിസല, കാല് വഴുതി. അവൻ എന്ത് ചെയ്തു? നദി മേ ഫസ് പടി, നദിയിലേക്ക് വീഴുകയാണ് ചെയ്തത്. पानी का बहाव तेज था और नटखट का तैरना नहीं आता. ആ വെള്ളത്തിൽ ഒഴുക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അതുപോലെ നട്ട്ഖട്ടിന് എന്ത് ചെയ്യാൻ അറിയില്ലായിരുന്നു? നീന്താനും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവൻ മുങ്ങിപ്പോവുകയും ചെയ്തു. ചോട്ടാ സാഹിബ് തോ ഥാ, ചെറുതല്ലേ, അതുകൊണ്ട് എന്തു പറ്റി? ബഹ്ഗേ, മുങ്ങിപ്പോയി. ഡൂബത്തെ ഉദാർത്തെ ദൂർ ജാനേ ലഗ, മുങ്ങി നട്ട്ഖട്ട് ദൂരേക്ക് പോവാൻ തുടങ്ങി. ഓക്കെ, ചട്പട്ടിനെ പീച്ചെ മുട്കർ ദേഖാ തോ കോൻ നഹീം ഥാ. ചട്പട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരായിരുന്നു അവിടെ ഇല്ലാതിരുന്നത്? നട്ട്ഖട്ട് ആയിരുന്നു അവിടെ ഇല്ലാതിരുന്നത്. താലി ബജാനെ കി ആവാസ് സുൻകർ ചട്പട്ടിനെ ക്യാ ദേഖാ. കൈയടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ചട്പട്ട് എന്താണ് കണ്ടത്? താലി ബജാനെ കി ആവാസ് സുൻകർ ചട്പട്ടിനെ ക്യാ ദേഖാ. ചട്പട്ട് എന്താണ് കണ്ടത്? നട്ട്ഖട്ട് നദി കെ കിനാരെ രഖ്നെ ദേഖാ. നട്ട്ഖട്ട് നദിയുടെ തീരത്ത് നിൽക്കുന്നതാണ് കണ്ടത്. ചട്പട്ട് കോ നട്ട്ഖട്ട് പർ ക്യാ ആയ. ചട്പട്ടിന് നട്ട്ഖട്ടിനോട് എന്താണ് വന്നത്? ഗുസ്സായ, ദേഷ്യമാണ് വന്നത്. ഓക്കെ, ചട്പട്ടിനെ നട്ട്ഖട്ട് ക്യാ കഹാ. ചട്പട്ട് നട്ട്ഖട്ടിനോട് എന്താണ് പറഞ്ഞത്? തും വഹാ ക്യാ കർ രഹേ ഹോ എന്നാണ് ചോദിച്ചത്. നട്ട്ഖട്ട് പാനി മേ കൈസെ ഗിര. നട്ട്ഖട്ട് വെള്ളത്തിൽ എങ്ങനെയാണ് വീണത്? ബസ്തെ രഖ്നെ കെ ലിയെ വഹ ചുക. ബസ്തെ എടുക്കാൻ വേണ്ടി, ബാഗ് എടുക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? കുനിഞ്ഞു. തബ് ഉസ്കാ പാവ് ഫിസൽ കർ വഹ പാനി മേ ഗിർ പടാ. അപ്പൊ അവന്റെ കാല് വഴുതി അവൻ എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് വീഴുകയാണ് ചെയ്തത്. ഓക്കെ, ചട്പട്ടിനെ നട്ട്ഖട്ട് കാ ക്യാ പകടാ. ചട്പട്ട് നട്ട്ഖട്ടിനെ എങ്ങനെയാണ് പിടിച്ചത്? നട്ട്ഖട്ടിനെ സാത്ത് ആഖിർ മേ ക്യാ ഹുവാ. നട്ട്ഖട്ടിന് അവസാനം എന്താണ് സംഭവിച്ചത്? പാവ് ഫിസൽ കർ വഹ നദി മേ ഫസ് ഗയ और छोटा है ना इसलिए वह पानी में डूब गए. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങിപ്പോവാണ് ചെയ്തത്. ചട്പട്ട് को तैरना आता था. ചട്പട്ടിന് നീന്താൻ അറിയാമായിരുന്നു. उसने चट अपना बस्ता पीठ से उतरकर पुल की मुंडेर पर रखा और नदी में कूद पड़ा. പീറ്റ് എന്താണ്? അവൻ പെട്ടെന്ന് തന്നെ തന്റെ മുതുകത്തുണ്ടായിരുന്ന ബാഗ് ഇറക്കി വെച്ചിട്ട് നദിയിൽ എന്ത് ചെയ്തു? എടുത്ത് ചാടി. थोड़ी देर तैरने के बाद ही उसने देखा उसने नटखट को पकड़ लिया और किनारे पर ले आया. കുറച്ച് സമയങ്ങൾക്ക് ശേഷം തൈർനേക്ക് ബാദ്, കുറച്ച് നീന്തലിന് ശേഷം നട്ട്ഖട്ട് എന്ത് ചെയ്തു? നട്ട്ഖട്ട് को पकड़ लिया, നട്ട്ഖട്ടിനെ പിടിക്കുകയും
നദി के किनारे पर ले गया, നദിയുടെ തീരത്ത് കൊണ്ടുവരികയും ചെയ്തു. ചട്പട്ട് को इतना गुस्सा आ रहा था कि नटखट को 2 चप्पट लगाए. അപ്പൊ ചട്പട്ടിന് ഇത്രയും ദേഷ്യം വന്നു. എന്തിനാ? നട്ഖട്ടിന് 2 അടി കൊടുക്കാനുള്ള ദേഷ്യം വരെ വന്നു ചട്പട്ടിന്. पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. അപ്പോ പക്ഷേ നട്ഖട്ട് അത്രയും പേടിച്ചിരിക്കുകയാണ്. കാരണം നദിയിൽ മുങ്ങിപ്പോയില്ലേ, അതുകൊണ്ട് നട്ഖട്ട് അത്രയും പേടിച്ചിരിക്കുകയാണ്. ആ പേടി കണ്ടിട്ട് ചട്പട്ടിന് എന്താണ്? സ്നേഹമാണ് ഉണ്ടായത്. അപ്പൊ അവൻ എന്ത് ചെയ്തു? സ്നേഹത്തോടെ ഇവനെ നോക്കുകയാണ് ചെയ്തത്. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उड़ाया और पुल तक पहुंचने वाली चढ़ाई चढ़ने लगा. അപ്പൊ എന്ത് ചെയ്തു? നട്ഖട്ടിന് ഹാത്ത് പകടെ പകടെ, അവൻ നട്ഖട്ടിന്റെ കൈ പിടിച്ചിട്ട് തന്റെ ബാഗ് എടുത്തിട്ട് എന്താണ് പാലത്തിന്റെ അടുത്തേക്ക് അവര് രണ്ടുപേരും നടന്നു ചെന്നു. ചട്പട്ട് को क्या आता था, ചട്പട്ടിന് എന്താണ് വന്നത്? 2 ചാപ്പട്ട് മാർനെ के लिए इतना गुस्सा आया, 2 അടി കൊടുക്കാൻ വേണ്ടിട്ട് അത്രയും ദേഷ്യമാണ് വന്നത്. ഓക്കെ, ചട്പട്ടിനെ ബസ്ത കഹാം രഖാ, ചട്പട്ട് അവന്റെ ബാഗ് എവിടെയാണ് വെച്ചത്? പുൽക്കെ നീച്ചെ, ആ പാലത്തിന്റെ താഴെ ആണ് വെച്ചത്. ഓക്കെ, നട്ഖട്ട് കിസ്നെ പകട ഓർ കിനാരയിലായ, നട്ഖട്ടിനെ ആരാണ് പിടിച്ചത് എന്നിട്ട് തീരത്തേക്ക് കൊണ്ടുവന്നത്? ആരാണ്? ചട്പട്ടാണ് കൊണ്ടുവന്നത്. ഓക്കെ, നട്ഖട്ടിനെ ചട്പട്ട് को कितने चापट लगाया, ചട്പട്ട് നട്ഖട്ടിന് എത്ര അടി കൊടുക്കണമെന്നാണ് വിചാരിച്ചത്? 2 അടി കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. നട്ഖട്ട് को देखकर चटपट को क्या आ गया, നട്ഖട്ടിനെ കണ്ടപ്പോ ചട്പട്ടിന് എന്താണ് തോന്നിയത്? പ്യാർ ആ ഗയ, നട്ഖട്ടിന് സ്നേഹമാണ് തോന്നിയത് നട്ഖട്ടിനെ അങ്ങനെ കണ്ടപ്പോ. ചട്പട്ടിനെ നട്ഖട്ട് का क्या पकड़ा, ചട്പട്ട് നട്ഖട്ടിനെ എന്താണ് എടുത്തത്? ബസ്ത പകട, ബാഗ് ആണ് എടുത്തത്. ആഖിർ में चटपट കഹാം ചട്നെ ലഗ, അവസാനം ചട്പട്ട് കഹാം എവിടെയാണ് ചട്നെ ലഗ കയറാൻ തുടങ്ങിയത്? അവസാനം എവിടെയാണ് കയറാൻ തുടങ്ങിയത്? പാലത്തിന്റെ അടുത്തേക്കാണ് ഇവർ കയറാൻ തുടങ്ങിയത്. ഇവര് നദിയിൽ വീണു പോയില്ലേ, അപ്പൊ പാലത്തിന്റെ അടുത്തേക്കാണ് കയറാൻ തുടങ്ങിയത്. पुल पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा. പാലത്തിന്റെ അടുത്തേക്ക് എത്താറായപ്പോൾ നട്ഖട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? ഗലാ ഫാടുക, തൊണ്ട അലറി, ഒത്തിരി സൗണ്ടില് നട്ഖട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ബഹളം വെക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ചട്പട്ട് ने कहा अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो. അപ്പൊ ചോദിക്കുകയാണ് ചട്പട്ട്, ഇപ്പൊ നീ മുങ്ങി പോകുന്നതിന് രക്ഷപ്പെട്ടില്ലേ, പിന്നെ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചു. നട്ഖട്ടിനെ രോത്തെ രോത്തെ കഹാ തും ഘർ ജാകർ മാം സെ മേരി ശിക്കായത്ത് കരോഗി, നിങ്ങൾ വീട്ടിലെത്തിയിട്ട്, അതായത് ചേട്ടൻ വീട്ടിലെത്തിയിട്ട് അമ്മയോട് പരാതി പറയില്ലേ, ഞാൻ വെള്ളത്തിൽ വീണു എന്നൊക്കെ പരാതി പറയില്ലേ എന്ന് ചോദിച്ചു. ഓക്കെ, നട്ഖട്ട് പുൽ पर पहुंच जाकर क्या करने लगा, നട്ഖട്ട് പാലത്തിന്റെ അവിടെ എത്തിയിട്ട് എന്താണ് ചെയ്യാൻ തുടങ്ങിയത്? ഗലാ ഫാഡ്കർ രോനെ ലഗ, തൊണ്ടയലറി, അത്ര ഉച്ചത്തില് കരയാനാണ് തുടങ്ങിയത്. ചട്പട്ടിനെ നട്ഖട്ട് സെ ക്യാ കഹാ, ചട്പട്ട് നട്ഖട്ടിനോട് എന്താണ് പറഞ്ഞത്? തും ബഹനെ സെ ബച്ച് ഗയ് ഫിർ ക്യോം രോ രഹേ ഹോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ചട്പട്ട് ചോദിച്ചെന്ന് പറഞ്ഞാൽ നീ ഒഴുകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, ഒഴുകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, പിന്നെ എന്തിനാണ് കരയുന്നതെന്നാണ് ചോദിച്ചത്. നട്ഖട്ടിനെ രോത്തെ രോത്തെ ക്യാ കഹാ, നട്ഖട്ട് കരഞ്ഞ് എന്താണ് പറഞ്ഞത്? തും മാംസെ ശിക്കായത്ത് കരോഗി, നീ അമ്മയുടെ അടുത്ത് പോയി എന്റെ തെറ്റ് പറയില്ലേ, എന്നെ കുറ്റം പറയില്ലേ എന്നാണ് ചോദിച്ചത്. അഗർ നാ കരൂ തോ ജോ കഹോ, നട്ഖട്ട് കാ രോന ബന്ദ് ഹോ ഗയ. അപ്പോ ചട്പട്ട് പറയാണ് അഗർ നാ കരൂ തോ, ചെയ്തില്ലെങ്കിലോ, പറഞ്ഞില്ലെങ്കിലോ. അപ്പൊ നട്ഖട്ട് എന്ത് ചെയ്തു? കരച്ചില് നിർത്തി വെച്ചു. എങ്കിൽ എന്ത് വേണം എന്ന് നട്ഖട്ട് ചോദിച്ചു. മുझे कागज की नाव बनाना नहीं आता, तुम सिखा दोगी. हाँ उसमें क्या है, नटखट खुश होकर बोला. അപ്പോ കാഗസ് എന്താണ്? ബോട്ട് ഉണ്ടാക്കാൻ, പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കാൻ ചട്പട്ടിന് അറിയില്ല. അപ്പൊ ചട്പട്ട് നട്ഖട്ടിനോട് ചോദിക്കുകയാണ്, എനിക്ക് അത് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നട്ഖട്ട് പറയാണ്, ഓ അതിലെന്താ ഉള്ളത്, मैं सिखा दूंगी, ഞാൻ എന്ത് ചെയ്യാം, പഠിപ്പിച്ചു തരാന്ന് പറയാണ്. അപ്പൊ നട്ഖട്ട് ഖുഷ് ഹോക്കർ ബോല, സന്തോഷത്തോടെ പറഞ്ഞു. पर मुझे तैरना नहीं आता, तुम सिखा दोगे, എനിക്ക് നീന്താൻ അറിയില്ല, നീ പഠിപ്പിച്ചു തരുമോന്ന് ചട്പട്ടിനോട് ചോദിക്കുകയാണ് നട്ഖട്ട്. അപ്പൊ പറയാണ് हाँ उसमें क्या है. चटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की और दोनों भाई हंस पड़े. അപ്പൊ നട്ഖട്ട് എന്ത് ചെയ്തു? എസ് എന്ന് പറഞ്ഞു. ഓക്കെ, എസ് എന്ന് പറഞ്ഞു. രണ്ടുപേരും എന്ത് ചെയ്തു? സന്തോഷിച്ചു. എന്നിട്ട് ചട്പട്ട് എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് നട്ഖട്ടിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അവന് നീന്താൻ അറിയില്ലല്ലോ, അതിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, लेकिन चटपट ने नटखट का बस्ता उसे पकड़ाकर पुल की मुंडे पर से अपना बस्ता उठाया तो एकदम चिंतित होकर बोला.
പക്ഷേ ചട്പട്ട് എന്ത് ചെയ്തു? നട്കട്ട് का बस्ता उसे पकड़ाकर നട്കട്ടിന്റെ ബസ്ത ബാഗ് അവന് കൊടുത്തിട്ട് പുൽക്കി മുണ്ടേർ पर से अपना बस्ता उठाया, പാലത്തിന്റെ അവിടെ ഇരുന്ന തന്റെ ബാഗ് എടുത്തിട്ട് എന്താണ് तो एकदम चिंतित होकर बोला, പെട്ടെന്ന് ഒരു തവണ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, अरे छोटे हम दोनों के कपड़े भीग गए हैं, हम भीगे कपड़ों में देख माँ पूछेंगे तो क्या कहेंगे? अरे छोटे അല്ലയോ അനിയ ചോദിക്കാണ്, हम दोनों के कपड़े भीग गए हैं, നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ് എന്ത് ചെയ്യാണ്? നനഞ്ഞിരിക്കുകയാണ്. हमें भीगे कपड़े में देख माँ पूछेंगे, നമ്മുടെ നനഞ്ഞ ഡ്രസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? ചോദിക്കും. तो क्या कहेंगे, അപ്പൊ നമ്മൾ എന്ത് പറയും? അപ്പൊ അനിയനും പറയണ हाँ बड़े അതെ ചേട്ടാ നമ്മൾ എന്ത് പറയും എന്ന് ചോദിക്കുകയാണ്. നട്കട്ട് ने एक पल सोचा और बोला, आओ दौड़ लगाते हैं. അപ്പൊ പറയാണ്, വരൂ നമുക്ക് ഓടാമെന്ന് പറയാണ്. നട്കട്ട് ഒരു തവണ ചിന്തിച്ചിട്ട് നട്കട്ട് എന്ത് ചെയ്യാണ് പറയുന്നത്? വരൂ നമുക്ക് ഓടാമെന്ന് പറയാണ്. കപ്പടെ അപ്പനെ സൂഖ് ജായേഗെ, കപ്പടെ ഡ്രസ് എന്ത് ചെയ്യും? പെട്ടെന്ന് ഉണങ്ങും എന്ന് പറയാണ്. हाँ यह ठीक है, അതെ ഇത് ശരിയാണ്. ചട്പട്ട് ने अपना बस्ता पीठ पर टांगते हुए कहा, ചട്പട്ട് തന്റെ ബാഗ് മുതുകത്ത് എന്ത് ചെയ്തു? കെട്ടിവെച്ചു. വയറിനോട് ചേർത്ത് കെട്ടിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ. നട്കട്ട് ने ചട്പട്ട് से क्या सीखने को कहा, നട്കട്ട് ചട്പട്ടിനോട് എന്താണ് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞത്? നട്കട്ട് എന്താണ് പറഞ്ഞത്? तैरने को नहीं आता इसलिए उसे सिखाने के लिए कहा, നീന്തൽ പഠിപ്പിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ. നട്കട്ട് का रोना कब बंद हुआ, നട്കട്ടിന്റെ കരച്ചിൽ എപ്പോഴാണ് അവസാനിച്ചത്? പറയില്ല, ചേട്ടൻ അമ്മയോട് പരാതി പറയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവസാനിച്ചത്. ചട്പട്ടിനെ നട്കട്ട് के शब्दों की नकल क्यों नहीं, അവൻ എന്തിനാണ് ചട്പട്ട് എന്തിനാണ് നട്കട്ടിനെ കളിയാക്കിയത്? കാരണം അവന് നീന്താൻ അറിയില്ലല്ലോ. അത് ഇവൻ ചോദിച്ചില്ലേ പഠിപ്പിച്ചു തരുമെന്ന്, അതുകൊണ്ടാണ് ചട്പട്ട് എന്ത് ചെയ്തത്? കളിയാക്കിയത്. ചട്പട്ട് അചാനക് ചിന്തിത് ക്യോം ഹോ ഗയാ, ചട്പട്ട് പെട്ടെന്ന് ചിന്തിച്ചത് എന്താണ്? അവരുടെ ഡ്രസ്സ് നനഞ്ഞിരിക്കുകയല്ലേ, ഉസ്കാ കപ്പട ഭീഗ് ഗയി ഹേ ഇസ്ലിയെ ക്യാ കരും എന്നാണ് അവർ ചിന്തിച്ചത്. മാം നെ പൂച്ച്നെ പർ ചട്പട്ടിനെ ക്യാ ചിന്താക്കി, അമ്മ ചോദിക്കുമെന്ന് എന്താണ് ചട്പട്ട് ചിന്തിച്ചത്? കാരണം അവരുടെ ഡ്രസ്സ് നനഞ്ഞിരിക്കുകയല്ലേ, അത് അമ്മ ചോദിക്കുമെന്നാണ് അവരെന്ത് ചെയ്തത്? ചിന്തിച്ചത്. നട്കട്ട് ने समस्या का क्या हल बताया, നട്കട്ട് ആ പ്രോബ്ലത്തിന് എന്ത് സൊല്യൂഷൻ ആണ് പറഞ്ഞത്? हमें दौड़ना पड़ा, നമുക്ക് ഓടാമെന്നാണ് പറഞ്ഞത്. तब कपड़ा सूख जाएगा, അപ്പൊ കപ്പട എന്ത് ചെയ്യും? ഉണങ്ങുമെന്നാണ് പറഞ്ഞത്. ആഖിർ में चटपट ने क्या कहा, അവസാനം ചട്പട്ട് എന്ത് പറഞ്ഞു? ശരി നമുക്ക് ഓടാം എന്ന് പറഞ്ഞു. ഓക്കെ. नटखट ने अपने बस्ता पीठ पर टांग लिया और चटपट ने बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला, 1 2 3 दोनों दौड़ पड़े, आगे पीछे नहीं, एक दूसरे का हाथ पकड़ साथ साथ. നട്കട്ട് ने अपना बस्ता पीठ पर टांग लिया, നട്കട്ട് അവന്റെ ബാഗ് അതുപോലെ കെട്ടിവെച്ച് മുതുകത്തിട്ട് അതുപോലെ കെട്ടിവെച്ചിട്ട് ചട്പട്ട് എന്ത് ചെയ്തു? ബരാബർ ഈക്വൽ ആയി രണ്ടുപേരും ഒന്നിച്ച് നിന്ന് എന്താണ് ഹാത്ത് പകടുക്കർ ഒന്നിച്ച് ചേർന്ന് കൈ പിടിച്ച് 1 2 3 1 2 3 എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി. എന്താണ്? ആകെ പീച്ചെ നഹി, മുന്നോട്ട് പുറകോട്ടല്ല, പരസ്പരം കൈ പിടിച്ച് ഒന്നിച്ച് ഓടാൻ തുടങ്ങി. ഓക്കെ. दोनों भाइयों ने क्या उपाय किया, രണ്ടുപേരും എന്ത് ഉപായമാണ് കണ്ടുപിടിച്ചത്? പരസ്പരം ഒന്നിച്ച് ഓടാമെന്നാണ് എന്നൊരു ഉപായമാണ് അവർ കണ്ടുപിടിച്ചത്. ഓക്കെ. सर्दियां अभी शुरू नहीं हुई थी, मौसम साफ था, चटकीली धूप निकली हुई थी, दोनों भाई मस्से में दौड़ चले गए, नाला पार किया, बाग पार किया, खेत पार किया, बरगद को भी पीछे छोड़ दिया. സർദിയം അബി ശുരു നഹി ഹുയി ഥി, മഞ്ഞുകാലം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇപ്പോഴും എന്താണ്? മൗസം കാലാവസ്ഥ ഭയങ്കര ക്ലീൻ ആണ്. എന്താണ്? ചട്കീലി ധൂപ് ഭയങ്കര കഠിനമായ വെയിലില് ഇപ്പോഴും എന്താണ്? അങ്ങനെയാണ് നടക്കുന്നത്. രണ്ട് സഹോദരങ്ങളും സന്തോഷത്തോടെ ഓടുകയായിരുന്നു. അവർ അരുവി മറികടന്നു, ബാഗ് പൂന്തോട്ടം മറികടന്നു, ഖേത്ത് വയല് മറികടന്നു, ബർഗത് ബാനിയൻ ട്രീയും അവരെന്ത് ചെയ്തു? മറികടന്നു പോയി. അടുത്ത ലേക്കിൻ പോഖർ തക്ക് പഹുഞ്ചെ ദോനം थक गए और रुक गए, പക്ഷെ പോഖർ പൂളിന്റെ അവിടെ എത്തിയപ്പോഴേക്കും അവരെന്ത് ചെയ്തു? थक गए ക്ഷീണിച്ചു പോവുകയും അതുപോലെ എന്ത് ചെയ്തു? रुक गए നിൽക്കുകയും ചെയ്തു. कपड़े सूख गए छोटा, चटपट ने हाफते हुए लेकिन खुश होकर कहा, हाँ बड़े वाकई
കപ്പടെ तो सूखे नटखट ने भी खुश होकर कहा. അപ്പോ ഡ്രസ് ഉണങ്ങി എന്ന് ചട്പട് എന്ത് ചെയ്യാണ്, ഇളയാളോട് പറയാണ്. അതും ചട്പട് പറയുന്ന ഭയങ്കര എന്താണ് കിതച്ചുകൊണ്ടാണ് പറയുന്നത്. ഒത്തിരി ഓടിയില്ലേ, അപ്പൊ ക്ഷീണിച്ചു പോയി. അങ്ങനെ കിതച്ചിട്ടാണ് സന്തോഷത്തോടെ ഇവര് പറയാണ്, ഓ അതേ ചേട്ടാ. അപ്പം ഇളയാളും പറയാണ്, ഓ അതേ ചേട്ടാ എന്താണ് ഡ്രസ് ഉണങ്ങി എന്ന് പറയാണ്. ഓക്കെ. സർദിയ ശുരു ഹുയി ഥി യാ നഹി, മഞ്ഞ് തുടങ്ങിയോ ഇല്ലയോ? മഞ്ഞ് തുടങ്ങിയില്ല. സർദിയ അഭി ശുരു നഹി ഹുയി. മൗസം കൈസാ ഥാ, മൗസം സാഫ് ഥാ. കാലാവസ്ഥ എങ്ങനെയായിരുന്നു? കാലാവസ്ഥ നല്ല ശൂന്യമായിരുന്നു. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു സാധാ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. ദോനോ ഭായി ദൗഡത്തെ ഹുയെ ക്യാ ക്യാ പാർ കിയ, എന്തൊക്കെയാണ് പാർ കിയ മറികടന്നത്? പോഖർ, നാലെ, നദി, ബർഗർ, ഇതൊക്കെയാണ് എന്ത് ചെയ്തത് അവർ മറികടന്നത്. ഓക്കെ. ദോനോ ഭായി കഹാ പഹുഞ്ച്കർ ധക്കെ ഓർ രുക്, എവിടെ എത്തിയപ്പോഴാണ് രണ്ട് സഹോദരങ്ങളും ക്ഷീണിച്ചതും ഇരുന്നതും? പോഖറിന്റെ അവിടെ, പൂളിന്റെ അവിടെ എത്തിയപ്പോഴാണ് ക്ഷീണിച്ചതും ഇരുന്നതും. ഓക്കെ. ഓക്കെ. തബി നട്കട്ട് കോ പോഖർ കിനാരെ ഏക് ചിക്കനി ഗിട്ടി ദിഖായി പടി. അപ്പോ നട്കട്ട് എന്താണ്, പോഖർ കെ കിനാരെ, പൂളിന്റെ തീരത്ത് ഒരു ചിക്കിനി ചിട്ടി, ഒരു എന്താണ് നല്ല മിനുസമായിട്ടുള്ള ഒരു കറക്റ്റ് നല്ല ഷേപ്പിനുള്ള ഒരു കല്ല് കിട്ടി. कल कंडो. नटखट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. अब नटखट അതിനെ എടുക്കുകയും അതിനെ എന്ത് ചെയ്തു? തിരച്ചേ ഹുയി, അതിനെ ഒരു ഡയഗണലി നോക്കിയിട്ട് അതിനെ എറിയുകയും ചെയ്തു. എന്നുവെച്ചാൽ ആ ദിശയിലേക്ക് അതിനെ എറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നുവെച്ചാൽ ദൂരെ, ആ വെള്ളത്തിലല്ല, അതിൽ നിന്ന് ദൂരെ പോകുന്ന രീതിയിൽ ദൂരെ നോക്കി എറിയുകയും ചെയ്തു. देखा देखी चटपट ने भी एक गिट्टी उड़ाकर फेंक दी, लेकिन उसकी गिट्टी एकदम पानी में गुबड़ हो गई. അപ്പോ ദേഖാ ദേഖി, ഇത് കണ്ട ഉടനെ ചട്പട് ഒരു കല്ലെടുത്ത് എന്ത് ചെയ്തു? എറിയാൻ നോക്കി. പക്ഷെ അവന്റെ കല്ല് എവിടെ വീണുള്ളൂ? ആ വെള്ളത്തിനകത്ത് എന്ത് ചെയ്തു? മുങ്ങിപ്പോയി. അവന്റെ കല്ല് വെള്ളത്തിലാണ് വീണത്. ചട്പട് എന്ത് ചെയ്തു? എറിയുകയും ദൂരോട്ട് പോവുകയാണ് ചെയ്തത്. ബഡേ തുമക്കോ ഗിട്ടി പൈർന നഹി ആത്താ, हाँ छोटे तुम സിഖാ സക്തേ ഹോ. അപ്പോ അനിയൻ ചോദിക്കുകയാണ്, ചേട്ടാ നിനക്ക് കല്ലെറിയാനും അറിയില്ലേ, കല്ല് വെള്ളത്തിലോട്ട് എറിയാനും അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, ഇല്ല അനിയ, നീ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവൻ എന്ത് ചെയ്തു? ക്യോം നഹീം, എന്തുകൊണ്ടില്ല എന്ന് പറയാണ്. ഓക്കെ. നട്ഖട്ട് കോ കിനാരെ ക്യാ ദിഖായി പടാ, എന്താണ് നട്ഖട്ട് തീരത്ത്, ആ നദിയുടെ തീരത്ത് എന്താണ് കണ്ടത്? ഒരു ഗിട്ടിയാണ് കണ്ടത്, ഒരു കല്ലാണ് കണ്ടത്. നട്ഖട്ടിനെ ഗിട്ടി കൈസി ഫെങ്കി, എങ്ങനെയാണ് എറിഞ്ഞത്? ദൂരെ ഒരു ദിശയിലേക്ക് നോക്കിയാണ് എറിഞ്ഞത്. എന്താണ് ഇസി തര ഫെങ്കാക്കി ഗിട്ടി പാനിക്ക് സതഹ് പർ ഉച്ചൽത്തി ഹുയി ദൂർ തക് ചലി ഗയി, ദൂരെ വരെ പോകുന്ന രീതിയിലാണ് ആ കല്ലിനെ എറിഞ്ഞത്. ചട്പട്ട് കോ ഗിട്ടി കാ ക്യാ ഹുവാ, ആ ചട്പട്ട് അതുപോലെ ഒരു കല്ലെറിഞ്ഞപ്പോ എന്താണ് സംഭവിച്ചത്? ഉസ് ഗിട്ടീനെ പാനി മേ ഗുബുഡ് ഹേ, അതെന്ത് ചെയ്തു? ആ കല്ല് വെള്ളത്തിൽ എന്ത് ചെയ്തു? വീഴുകയാണ് ചെയ്തത്. ഓക്കെ. അഭിയിലോ അടുത്ത് പറയാണ്, കല്ലെടുത്തോളൂ. नटखट ने ध्यान से नीचे देखकर एक गिट्टी उड़ाई और चटपट को दिखाए हुए बोला, गिट्टी ऐसी लो जो ज्यादा भारी और खुरदुरी ना हो, हल्की और चिंकी हो, और उसे इस तरह फेंको. അപ്പോൾ നട്ഖട്ട് എന്ത് ചെയ്തു? ധ്യാൻ ശ്രദ്ധിച്ച് താഴെ കിടന്ന ഒരു കല്ലെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ചട്പട്ടിന് ദിഖാത്തെ ഹുയെ പോലെ, ചട്പട്ടിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു കല്ലെടുക്കേണ്ടത്. എങ്ങനെയെന്ന് വെച്ചാൽ കൂടുതൽ ഭാരവും അതുപോലെ ഖുർദയി, അതുപോലെ കൂടുതൽ റഫ് ആയിട്ടുള്ളതും അല്ലാത്തതുപോലെ ഒരു മിനുസമായിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള കല്ലെടുക്കണം. കൂടുതൽ ഹൽക്കി ഓർ ചിൻകി, നല്ല സോഫ്റ്റും അതുപോലെ എന്താണ് ചിൻകി മീൻസ് എന്താണ് കൂടുതൽ റഫ് അല്ലാത്ത ഒരു കല്ലെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓർ ഇസ്തര ഫെങ്കോ, ഇത്തരത്തിൽ എറിയണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ലേക്കിൻ अब तक चटपट का ध्यान बंड चुका था. അപ്പൊ ഇപ്പൊ ചട്പട്ടിന്റെ ശ്രദ്ധ എന്തില്ലായിരുന്നു? അതിലല്ലായിരുന്നു, മറ്റൊന്നിലായിരുന്നു ചട്പട്ടിന്റെ ശ്രദ്ധ. എവിടെയായിരുന്നു? പോക്കർ കെ പാനി पर तैरती बतखों को देख ध्यान से देख रहा था. അവൻ എന്ത് ചെയ്യായിരുന്നു? പോഖർ കെ പാനി പർ, ആ പോഖറിലെ ആ പൂളിനകത്തുള്ള വെള്ളത്തില് തൈർത്തി നീന്തുന്ന ബതഖേം, ഡക്കിനെ ആയിരുന്നു എന്ത് ചെയ്ത്? ധ്യാൻ സെ ദേഖ് രഹാ ഥാ, ശ്രദ്ധിച്ച് നോക്കുകയായിരുന്നത്. ഓക്കെ. നട്ഖട്ടിനെ ഗിട്ടി ഫേങ്കിന സിഖാത്തെ ഹുയെ ക്യാ കഹാ, നട്ഖട്ട് കല്ലെടുത്തിട്ട് എങ്ങനെ എറിയണമെന്നാണ് പറഞ്ഞു കൊടുത്തത്?
ഹൽക്കി ഓർ ചിൻകി, റഫ് അല്ലാത്ത സ്മൂത്ത് ആയിട്ടുള്ള ഒരു കല്ലാണ് എറിയണമെന്ന് പറഞ്ഞത്. നട്ഖട്ടിനെ കിട്ടി, കേസെ ചുനി, നട്ഖട്ട് എങ്ങനെയാണ് കല്ല് സെലക്ട് ചെയ്തത്? എങ്ങനെയാണ്? തറയിൽ നിന്ന് സൂക്ഷിച്ചു, ധ്യാൻ സെ നീച്ചെ ദേഖ്കർ ഏക് ഗിട്ടി ഉഡായി और चटपट को दिखाते हुए कहा. ओके, अब तक चटपट का ध्यान कहाँ बांध चुका था? ഇതുവരെ അപ്പോ ചട്പട്ടിന്റെ ശ്രദ്ധ എവിടെയായിരുന്നു? പാനിമേ തൈർത്തി ബദഖോങ്കോ ദേഖ് രഹാ ഥാ. ആ പോഖറിലെ എന്താണ് പൂളിലെ വെള്ളത്തിൽ നീന്തുന്ന ഡക്കിനെ ആയിരുന്നു ആര് ശ്രദ്ധിച്ചിരുന്നത്? ചട്പട്ട് ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.